ടൂറിസം, ചരക്ക് കൈമാറ്റം എന്നിവയിൽ പുത്തൻ ഉണർവേകുന്ന ആക്കുളം ചേറ്റുവ ജലപാത നാടിന് സമർപ്പിച്ചു. 280 കിലോമീറ്റർ നീളമുള്ള ഒന്നാം ഘട്ടം വർക്കലയിലെ ചിലക്കൂർ ബീച്ച് പാർക്കിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര മേഖലയിലെ ഹെറിറ്റേജ് സെന്ററായി ചിലക്കൂർ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പശ്ചിമതീര കനാൽ പദ്ധതിയുടെ ആദ്യഘട്ടമായി തിരുവനന്തപുരത്തെ ആക്കുളം മുതൽ തൃശൂർ ചേറ്റുവ വരെയുള്ള ജലപാതയാണ് പൂർത്തിയായത്. പുഴകൾ, കായലുകൾ, കനാലുകൾ എന്നിവയെ ഏകോപിപ്പിച്ച് കോവളം മുതൽ ബേക്കൽ വരെ 11 ജില്ലകളെ ബന്ധിപ്പിച്ചാണ് ജലപാത. രാജ്യത്ത് തുരങ്കമുള്ള ഏക ജലപാത കൂടിയാണിത്. 340 മീറ്ററാണ് വർക്കലയിലെ ചിലക്കൂർ തുരങ്കത്തിന്റെ ദൈർഘ്യം. സംസ്ഥാന സർക്കാരും സിയാലും ചേർന്നുണ്ടാക്കിയ ഹില്ലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാതയുടെ ഇരുവശവും ബോട്ട് ജെട്ടിയും നിർമ്മിക്കും. ജലപാതയിലെ വലിയ കടമ്പയായിരുന്ന ചിലക്കൂർ തുരങ്കത്തിന്റെ നവീകരണവും പൂർത്തിയാക്കി. കേരള ചരിത്രത്തിന്റെ 3D വീഡിയോയും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും സന്ദേശവും പ്രതിപാദിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും തുരങ്കത്തിനുള്ളിൽ ആസ്വദിക്കാനാകും. 20 പേർക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് ബോട്ടും സജ്ജീകരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിച്ച ജലപാത 1960 വരെ ഉപയോഗത്തിലിരുന്നിരുന്നു. റോഡ്, റെയിൽ ഗതാഗതം വർദ്ധിച്ചതോടെയാണ് ഉപയോഗശൂന്യമായത്. 2006-7 കാലത്ത് ശുചീകരണ പ്രവർത്തികൾ നടത്തിയ പദ്ധതി 2018-ൽ പശ്ചിമതീര കനാൽ പദ്ധതിയിലൂടെ തകർന്ന കനാലുകൾ നവീകരിക്കുകയായിരുന്നു. 2021-22-ൽ കോവളം മുതൽ ബേക്കൽ വരെയുള്ള കനാലിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള പദ്ധതിക്കും രൂപം നൽകി. പുനർഗേഹം പദ്ധതി പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ, കനാൽ നവീകരണം, പുനരുദ്ധാരണം എന്നിവയ്ക്കായി കിഫ്ബി വഴി 2556 കോടി രൂപ അനുവദിച്ചു. നാടിൻ്റെ വികസന ചരിത്രത്തിൽ അതിപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് ഇന്ന് നടക്കുന്നത്. 3 സുപ്രധാന പദ്ധതികളാണ് നാടിന് സമർപ്പിക്കുന്നത്. ആക്കുളം ചേറ്റുവ ജലപാത ഒന്നാം ഘട്ട പൂർത്തീകരണം, ചിലക്കൂർ വിനോദസഞ്ചാര പദ്ധതി, ഇൻലൻഡ് നാവിഗേഷൻ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികൾ. 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോവളം ബേക്കൽ ജലപാത പൂർത്തിയാക്കുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയ്ക്കും ചരക്ക് കൈമാറ്റത്തിനും ഒരുപോലെ നേട്ടമാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.